ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം പ്രഭാത സമയം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് നിരവധി ദൈവത്തിൻ്റെ ജനങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് വിവിധമായ രോഗങ്ങളും ഭാരങ്ങളും കഷ്ടങ്ങളും നിരാശകളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എം ജ്യോതി മീഡിയയിലൂടെ ഇപ്രകാരമുള്ളതാകുന്ന പ്രഭാത വചന സന്ദേശവും മറ്റുള്ളതാകുന്ന വചന ശുശ്രൂഷകളുമൊക്കെ വളരെ അനുഗ്രഹമായി തീരുന്നുണ്ട് എന്ന് പലരിലൂടെ അറിയുവാൻ ദൈവം അവിടുന്ന് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലത്തെ ചെറിയ ഒരു ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന് എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഞാൻ ദൈവത്തിന് ആശ്രയിച്ചെന്ന് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 16:25. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വാസി മക്കളാകുന്ന ദൈവവചനം വായിച്ചിട്ടുള്ള ഏവർക്കും അറിയാവുന്ന ഒരു സംഭവ കഥയാണ്, ഒരു അനുഭവ കഥയാണ് ധനവാന്റെയും ലാസറുടെയും കഥ. നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സുവിശേഷ പ്രസംഗത്തിൽ ദൈവവചന ശുശ്രൂഷകളൊക്കെ നമുക്ക് അനുഭവിക്കുന്ന ഒരു ഭാഗമാണ് ലാസറും ധനവാന്റെയും കാര്യങ്ങൾ. വളരെ നല്ല ഗുണങ്ങൾ, വളരെ നല്ല ചിന്തകൾ, വളരെ നല്ല പ്രബോധനങ്ങൾ ഒക്കെ നമുക്ക് ഈ ലാസറിൻ്റെയും ധനവാന്റെയും ഈ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. വളരെ പ്രയോജനകരമാകുന്ന വളരെ ചിന്തകളുണ്ട്. ഇവിടെ ഞാൻ വായിച്ച ദൈവാത്മ എനിക്ക് തന്നതാകുന്ന ഒരു ചെറിയ ചിന്ത, വെറും 3-4-5 മിനിറ്റിൽ തീരുന്നതാകുന്ന ഈ ചിന്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാകുന്ന ഒരു ആലോചന എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇവിടെ ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ, അവൻ ഒരു ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടന്നുകൊണ്ട് അവൻ ഭിക്ഷയെടുക്കുകയാണ്. അല്ലെങ്കിൽ അവൻ ദരിദ്രനാണ്. അവന് വളരെ വ്രണങ്ങൾ നിറഞ്ഞ, വളരെ ദുർഗന്ധം വമിക്കുന്ന, അവൻ്റെ ശരീരത്തിൽ വളരെ ദുർഗന്ധം വമിക്കുമാറ് പഴുത്ത വ്രണങ്ങളും അപ്രകാരമുള്ളതാകുന്ന രോഗാവസ്ഥയെല്ലാം വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവന് സ്നേഹിതരായിട്ടുള്ള കുറച്ച് നായ്ക്കളാണ്. എന്നാൽ അവൻ കിടക്കുന്നതോ ഒരു ധനവാന്റെ പടിപ്പുരയ്ക്കലാണ്. ആ ധനവാൻ ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കിയാൽ വളരെ നല്ലൊരു മനുഷ്യനാണ്. കാരണം ചീഞ്ഞു നാറുന്ന, ദുഷിക്കുന്ന, വളരെ ദുർഗന്ധം വമിക്കുന്നതാകുന്ന ഒരു മനുഷ്യക്കോലം തൻ്റെ വീട്ടിൻ്റെ പടിപ്പുരയ്ക്കൽ കിടക്കുമ്പോൾ ആ മനുഷ്യനെ ഉൾക്കൊള്ളുവാനും, ആ മനുഷ്യനെ ഏത് വിധത്തിലായാലും ശരി അല്പം ഭക്ഷണം കൊടുക്കുവാനും, അവനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കാതെ, അവനെ എടുത്തുകൊണ്ട് കളയിപ്പിക്കാതെ, അവനെ അവിടെ ഇട്ടുകൊണ്ട് തന്നെ അവന് ഭക്ഷണം കൊടുത്ത് അവനെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേകമായ സ്വഭാവം ഈ ധനവാനുള്ളതിൽ അത് തന്നെയല്ല ഇതിനെ പഠിക്കുമ്പോൾ കാണുന്നത്. ധനവാന്റെ വീട്ടിൽ പ്രാർത്ഥനകളുമുണ്ട്. ഒരു പ്രാർത്ഥനാ ഭവനമാണ്. ഒരു പ്രാർത്ഥനാ ഭവനമായതുകൊണ്ട് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെതാകുന്ന ക്വാളിറ്റി ആ ധനവാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വലിയ ആൾക്കാർ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വലിയ പേരെടുത്ത പ്രാർത്ഥനക്കാരുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ളതാകുന്ന ഒരു ദരിദ്രനെ, ഇപ്രകാരമുള്ളതാകുന്ന പ്രയാസത്തോടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ കാണുവാൻ തക്കവണ്ണം പലപ്പോഴും അവരുടെ കണ്ണുകൾ തുറക്കാറില്ല, അവർ ശ്രദ്ധിക്കാറില്ല. ഇവിടെ ഈ മനുഷ്യൻ തൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നാകുന്ന ഈ മനുഷ്യനെ ഒരിക്കലും ആട്ടിപ്പായിച്ചിട്ടില്ല. വളരെ നല്ല പ്രവൃത്തിയാണ്. ഏറെക്കുറെ ഈ ഭൂമിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്താൽ എല്ലാവരും പറയും, ആ മനുഷ്യൻ നോക്കണമേ എത്ര നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നു, എത്ര നല്ലൊരു മനുഷ്യനാണ്. ആ സാധുവായ മനുഷ്യനെ, ആ രോഗിയായ മനുഷ്യനെ, ആ ദുർഗന്ധം വമിക്കുന്ന മനുഷ്യനെ, നായ്ക്കൾ കൂട്ടുകാരായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ കിടക്കുന്ന ആ ഒരു മനുഷ്യനെ ഭക്ഷണം കൊടുക്കുന്നു, അവനെ അവിടെ കിടത്തിക്കുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യനാണ് ഇവൻ, തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകും. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, കുറച്ച് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്താൽ മതി സ്വർഗത്തിൽ പോകാം, കുറച്ച് പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്താൽ മതി, കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി സ്വർഗത്തിൽ പോകാമെന്ന്. എന്നാൽ ഈ ദാനധർമ്മങ്ങളോ നല്ല പ്രവൃത്തികളോ സ്വർഗത്തിലേക്കുള്ളതാകുന്ന ഗേറ്റ് തുറക്കുകയില്ല.
ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ ശാരീരിക തടനങ്ങൾക്കും അപ്രകാരമുള്ള ചില പ്രയാസങ്ങൾക്കൊക്കെ ഒരുപക്ഷെ നീക്കുപോക്ക് സംഭവിച്ചിരിക്കുക ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ചില അത്യാവശ്യങ്ങളുണ്ട്. അത് വചനമനുസരിക്കണം, കൽപ്പന അനുസരിക്കണം, വിശ്വാസ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉത്തമ സാക്ഷിയായിത്തീരണം. അത് ഈ ധനവാന് സാധിച്ചില്ല എന്ന് അവൻ നരകയാതന അനുഭവിക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവൻ്റെ നരകയാതന നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു, നിത്യമായ സ്വർഗത്തിലെത്തത്തക്ക രീതിയിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് അവന് കടന്നില്ല. ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്തു, നല്ല പ്രവർത്തികളൊക്കെ ചെയ്തു, സാധുവിനെ സഹായിച്ചു, പക്ഷെ അതൊന്നും സ്വർഗത്തിലേക്കുള്ളൊരു അനുഭവമല്ലായിരുന്നു. ഇവിടെ രണ്ടുപേരും മരിച്ചു. വളരെ ഗംഭീരമാകുന്ന ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ നടത്തിയ ധനവാൻ നരകത്തിലേക്ക് കടന്നുപോയി. നരകത്തിലേക്ക് കിടന്നുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ പതിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നു തൻ്റെ വടിപ്പുരയ്ക്കൽ കിടന്നാകുന്നത് ലാസർ ഇതാ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്നു. അവൻ പെട്ടെന്ന് അബ്രഹാം പിതാവിനെ വിളിച്ച് പറയുകയാണ്, അബ്രഹാം പിതാവേ, അബ്രഹാം പിതാവേ, ആ ലാസറിൻ്റെ കൈയുടെ വിരലിൻ്റെ ഒരു തുമ്പ് തൊട്ട് എനിക്കൊരു തുള്ളി വെള്ളം എൻ്റെ തൊണ്ട വിരളുന്നു, എനിക്ക് കുടിക്കുവാൻ തരണമേ. എത്ര ദുഃഖകരമാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, ലാസറിൻ്റെ കൈയുടെ തുമ്പിൽ തൊട്ട് ഒരു തുള്ളി വെള്ളം കിട്ടിയാലെങ്കിലും മതി എന്ന് പറയത്തക്ക രീതിയിൽ അവൻ അത്രത്തോളം അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ അബ്രഹാം പിതാവ് പറയുകയാണ് അത് സാധ്യമല്ല. അത് എനിക്കും നിനക്കും തമ്മിൽ ഒരു അകൽച്ചയുണ്ട്, അത് സാധിക്കുന്ന കാര്യമല്ല. ഇവിടെ നോക്കണമേ, നമുക്ക് നിത്യതയിലെത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിലെ ആർഭാട ജീവിതവും സുഖലോലുപമായ നിറഞ്ഞ ജീവിതവും സന്തോഷപ്രദമായ ജീവിതമാണ് ധനവാൻ നയിച്ചത്. എന്നാൽ ദുഃഖവും വേദനയും ഭാരവും പ്രയാസവും ഒക്കെ ഉള്ള ജീവിതമാണ് ദരിദ്രനായ ലാസർ നയിച്ചത്. പക്ഷെ അവൻ സ്വർഗത്തിലേക്കെത്തി. നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ നെടുവീർപ്പിടണ്ട, കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് നെടുവീർപ്പിടണ്ട. നമുക്ക് നിത്യത്തിലേക്കുള്ളതാകുന്ന ക്വാളിറ്റി വർദ്ധിക്കുകയാണ്, നിത്യത്തിലേക്ക് പോകാനുള്ളതാകുന്ന അനുഭവങ്ങൾ വർദ്ധിക്കുകയാണ്. ഇവിടുത്തെ സുഖലോലുപതയും പാർപ്പിടത്തിൻ്റെ വലിപ്പങ്ങളും അല്ലെങ്കിൽ വാഹനത്തിൻ്റെയും മറ്റുള്ളതാകുന്ന വലിയ വലിയ പ്രതാപങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിച്ച് പോകരുത്. ഞാൻ ദൈവത്തിന് പ്രിയനാണ്, എനിക്ക് ദൈവം സ്വർഗത്തിലേക്ക് വാസം ഒരുക്കും. ഒരിക്കലും സാധ്യമല്ല എന്ന് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അബ്രഹാം പിതാവ് പറയുകയാണ്, നീ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നീ അവിടെ നന്മ അനുഭവിച്ചു, ലാസർ അവിടെ വേദന അനുഭവിച്ചു. ഇവിടെ നേരെ തിരിച്ചായിരിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ഒരു നിമിഷം ചിന്തിക്കാം, ഒരു നിമിഷം നമ്മളെ ഒന്ന് താഴ്ത്താം. അതായത് നമ്മളുടെ ജീവിതം നമുക്ക് നിത്യതയിലേക്ക് എത്തത്തക്ക രീതിയിലുള്ളതാണോ, നമുക്ക് സ്വർഗത്തിലെത്തത്തക്ക രീതിയിലാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്കൊരു നേരം ചിന്തിക്കാം. ഇന്നത്തെ പകലിൽ നമുക്ക് അപ്രകാരമുള്ളതാകുന്ന ചിന്തകളോടില്ലേ, അപ്രകാരമുള്ള ധ്യാനബോധത്തോടുകൂടി ഈ പകൽ ധന്യഭാഗത്തെ പന്തക്കണം ഈ കേൾക്കുന്ന ഏവരെയും ദൈവം നിലനിർത്തുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇവനോട് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.